നമസ്കാരം. എല്ലാവർക്കും അലിഗ്രോ മാത്തിന്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അരൂപ് എന്നാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ ശനിയാഴ്ച നടന്ന LD ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ ഫീമെയിൽ വാർഡൻ എന്നൊക്കെ പറഞ്ഞ് ഒരു പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നു. തത്വത്തിൽ ഇനി വരാൻ പോകുന്ന LD ക്ലർക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആയിരുന്നു അതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ ചോദ്യത്തിലെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിൽ നിന്ന് ചോദിച്ച 10 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് പറയാം ആ ഒരു മോഡലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചാൽ മതി ഈ 2024 നമ്മുടെ LD ക്ലർക്ക് പരീക്ഷകൾ, വിവിധ ജില്ലകളിൽ നടക്കുന്ന LD ക്ലർക്ക് പരീക്ഷകൾക്ക്. അപ്പോൾ PSC അതിന് വേണ്ടിയിട്ടായിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഉറപ്പായിട്ടും ഇതിലെ 10 ചോദ്യങ്ങളും നിങ്ങൾ എല്ലാവരും നല്ല വൃത്തിക്ക് ഒന്ന് പഠിക്കണം, മനസ്സിലാക്കണം. നമ്മൾ ആ ചോദ്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാ ചോദ്യങ്ങളും SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഉറപ്പായിട്ടും എല്ലാവരും ഇത്രയും ചോദ്യങ്ങൾ ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര വലിയ ടഫ് ക്വസ്റ്റ്യൻ അങ്ങനെയൊന്നുമല്ല, പക്ഷെ എല്ലാം ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ഇനി വേറെ ഒന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഉറപ്പായിട്ടും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കണം. ശരി, അപ്പൊ ഞാൻ ഇനി വേറെ ഒന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ചോദ്യം ഇങ്ങനെയാണ്: 12 ഭുജങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ ഒരു അകക്കോണിന്റെ അളവ് എത്ര എന്നാണ്. ഒന്നുകൂടെ, 12 ഭുജങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ ഒരു അകക്കോണിന്റെ അളവ് എത്ര എന്നാണ് ചോദ്യം. ശരി, അപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ബഹുഭുജം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ബഹുഭുജം അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ പോളിഗൺസ് എന്ന് പറയും. ശരി, അപ്പോ 12 ഭുജങ്ങളുള്ള ഒരു ബഹുഭുജം എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 12 വശമുള്ള ഒരു പോളിഗൺ ആണ്, ബഹുഭുജമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ബഹുഭുജത്തിലെ ആന്തരിക കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഒരു ബഹുഭുജത്തിലെ സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ, അല്ലെങ്കിൽ ആന്തരിക കോണുകളുടെ സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ്, ആന്തരിക കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ അറിയാവുന്നവർക്ക് മനസ്സിൽ പറയാം. ഇങ്ങനെയാണ്: n-2 ഇൻറ്റു 180 എന്നാണ്. n-2 ഇൻറ്റു 180 ഡിഗ്രി. പഠിച്ചോളണേ. അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെച്ചോളണം. ഒരു ബഹുഭുജത്തിലെ ആന്തരിക കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ n-2 ഇൻറ്റു 180 എന്നാണ്. n-2 ഇൻറ്റു 180. n എന്ന് പറഞ്ഞാൽ അറിയാം എത്ര വശങ്ങളുണ്ട് എന്ന് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്നിന്റെ സ്ഥാനത്ത് അതങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ശരി, അപ്പൊ 12 വശങ്ങളാണ് ഉള്ളതെന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നിന്റെ സ്ഥാനത്ത് നമുക്ക് എത്ര ഇട്ട് കൊടുക്കാം? 12 ഇട്ട് കൊടുക്കാം. അപ്പൊ 12 മൈനസ് 2 ഇൻറ്റു 180 ചെയ്യുമ്പോൾ 12 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 10 അല്ലേ? 10 ഇൻറ്റു 180 എന്ന് പറയും. 10 ഇൻറ്റു 180 നമുക്ക് എല്ലാവർക്കും അറിയാം 1800 ഡിഗ്രി എന്ന് പറഞ്ഞു കിട്ടി. നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ ഇതല്ല. ചോദ്യം എന്താണ്? ഒരു അകക്കോണിന്റെ അളവ് എത്ര എന്നാണ്. അപ്പൊ നമുക്ക് 12 വശമുള്ള ഒരു ബഹുഭുജത്തിലെ ആന്തരിക കോണുകളുടെ തുക കണ്ടുപിടിക്കാൻ നമുക്കറിയാം n-2 ഇൻറ്റു 180 വെച്ച്, അല്ലെ? ഈ ഒരു സമവാക്യം വെച്ച് n-2 ഇൻറ്റു 180 വെച്ച് നമ്മൾ കണ്ടുപിടിച്ചു. ആന്തരിക കോണുകളുടെ തുക എത്ര എന്ന് പറഞ്ഞു കിട്ടി? 1800 ഡിഗ്രി എന്ന് പറഞ്ഞു കിട്ടി. ശരി, നമ്മുടെ ചോദ്യം എന്താണ്? ഒരു ആന്തരിക കോണ് കണ്ടുപിടിക്കാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ആന്തരിക കോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 12 വശങ്ങളും, അല്ലെ? 12 ഭുജങ്ങൾ ഉണ്ടെങ്കിൽ 12 കോണുകളും ഉണ്ടാവും, അല്ലെ? അപ്പോൾ ഒരെണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പറയണ 1800, അല്ലെ? ആന്തരിക കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ 1800 അല്ലേ? ഈ 1800 എത്ര കൊണ്ട് ഭാഗിച്ചു കൊടുത്താൽ മതി? 12 എണ്ണം ഇല്ലേ? 12 കൊണ്ട് ഭാഗിച്ചാൽ മതി. നമുക്ക് കിട്ടും 12ൽ 6 2 പ്രാവശ്യം, 18ൽ 6 3 പ്രാവശ്യം, 0 ഇവിടത്തെ 0, 300/2 നമുക്ക് കിട്ടി. ഓരോ കോണും എത്ര ഡിഗ്രി വീതമായിരിക്കും? 150 ഡിഗ്രി വീതമായിരിക്കും. ഓരോ കോണും 150 ഡിഗ്രി വീതമായിരിക്കും. ശരി, അപ്പൊ നിങ്ങൾ ഇങ്ങോട്ടൊരു ചോദ്യം ചോദിക്കും, എടാ ചോദ്യത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, എല്ലാ കോണുകളും തുല്യമാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ.
സത്യമാണ്. നമ്മുടെ ഈ ചോദ്യത്തിനകത്ത് പറഞ്ഞിട്ടില്ല ഇതിനകത്തുള്ള എല്ലാ കോണുകളും തുല്യമാണെന്നോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത് എന്ത് തന്നെയാണ്? എല്ലാ കോണുകളും തുല്യമാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം എല്ലാ കോണുകളും തുല്യമാണെങ്കിൽ ഓരോ കോൺ എത്ര വീതമായിരിക്കും? 150 ഡിഗ്രി വീതമായിരിക്കും. ഇനി ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഞാനൊന്നങ്ങ് പറഞ്ഞോട്ടെ. ഈ പറയുന്ന വശങ്ങളെല്ലാം തുല്യമായ ബഹുഭുജത്തിനെ നമ്മൾ സാധാരണ പറയുന്ന ഒരു പേരുണ്ട്. സമബഹുഭുജങ്ങൾ എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ റെഗുലർ പോളിഗൺസ് എന്ന് പറയും. ഓർമ്മിച്ചോളേ. വശങ്ങളെല്ലാം തുല്യമായ ബഹുഭുജത്തിന് നമ്മൾ പറയുന്ന പേര് ജനറലി നമ്മൾ പറയുന്ന ഒരു പേരുണ്ട് സമബഹുഭുജങ്ങൾ. ഇപ്പൊ ഇൻ കേസ് അതൊരു ഷഡ്ഭുജമാണെങ്കിൽ വശങ്ങളെല്ലാം തുല്യമായ ഒരു ഷഡ്ഭുജമാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് സമഷഡ്ഭുജം എന്ന് പറയും. അപ്പൊ ഈ ചോദ്യത്തിൽ യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടിയിരുന്ന ചോദ്യം ഇങ്ങനെയായിരുന്നു: 12 ഭുജങ്ങളുള്ള ഒരു സമബഹുഭുജത്തിന്റെ ഒരു അകക്കോണിന്റെ അളവ് എത്ര എന്നാണ് ചോദിക്കേണ്ടിയിരുന്നത്. കുഴപ്പമില്ല, ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്ന എല്ലാ കോണുകളും തുല്യം എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പൊ നമുക്ക് പറയാം ടോട്ടൽ 1800 ഡിഗ്രിയാണ്. അതിനെ നമ്മൾ 12 കൊണ്ട് ഭാഗിച്ചപ്പോൾ നമുക്ക് കിട്ടി ഓരോ ആന്തരിക കോണും എത്ര ഡിഗ്രിയാണ്? 150 ഡിഗ്രിയാണ് എന്ന് പറഞ്ഞു കിട്ടി. ഓക്കെ അല്ലേ? അപ്പോ നമ്മൾ പഠിക്കേണ്ടതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമവാക്യം ഇതാണ്. അപ്പോൾ ഒരു ബഹുഭുജത്തിലെ ആന്തരിക കോണുകളുടെ തുക എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ n-2 ഇൻറ്റു 180 എന്നാണ്. n-2 ഇൻറ്റു 180. അപ്പോൾ നമുക്ക് തുക എത്രയെന്ന് കിട്ടി? 1800 ഡിഗ്രി എന്ന് കിട്ടി. ഒരു ബഹുഭുജത്തിനെ സംബന്ധിച്ച് അല്ലെ, നമ്മുടെ ഈ ചോദ്യത്തിലെ ബഹുഭുജത്തിനെ സംബന്ധിച്ച് 12 വശങ്ങൾ അല്ലെങ്കിൽ 12 കോണുകളാണുള്ളത്. അപ്പൊ 1800 ഞാൻ എത്ര കൊണ്ട് ഭാഗിച്ചു? 12 കൊണ്ട് ഭാഗിച്ചപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടി 150 ഡിഗ്രി. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 150 ഡിഗ്രി. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോകാമോ? ചോദ്യം: നമ്മുടെ 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ സമാന്തര ശ്രേണിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: പൊതുവ്യത്യാസം ആറായ സമാന്തര ശ്രേണിയുടെ 7ാം പദം 52 ആയാൽ 16ാമത്തെ പദം എത്രയാണ് എന്നാണ് ചോദ്യം. ശരി, അപ്പൊ നമുക്ക് പറഞ്ഞു വരാം. ഈ പറയണ സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം എത്രയാണ്? 6 എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് എത്രയാണ്? 6. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് പറയാം ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്രയും തന്നിട്ടുണ്ട്? 6 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, 7ാം പദം 52 എന്നാ പറഞ്ഞിരിക്കുന്നത്. 7ാം പദം 52. ഈ 7ാം പദത്തിന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു സമാന്തര ശ്രേണിയുടെ 12ാം പദം വേണോ? നമ്മൾ എങ്ങനെ പറയും? a പ്ലസ് 11 അല്ലെ, 12 1 കുറച്ച് 11 ഡി എന്ന് പറയും. ഒരു സമാന്തര ശ്രേണിയുടെ 25ാം പദത്തിന് നമ്മൾ എങ്ങനെ പറയും? a പ്ലസ് 24 അല്ലെ, 25 1 കുറച്ച് 24 ഡി എന്ന് പറയും. ഒരു സമാന്തര ശ്രേണിയുടെ 37ാം പദം വേണോ? നമ്മൾ എങ്ങനെ പറയും? a പ്ലസ് 36 അല്ലെ, 37 1 കുറച്ച് 36 ഡി എന്ന് പറയും. 100ാം പദം വേണോ? a പ്ലസ് 100 1 കുറച്ച് നമ്മൾ a പ്ലസ് 99 ഡി എന്ന് പറയും. അതേപോലെ 7ാം പദത്തിന് നമ്മൾ എങ്ങനെ പറയും? 7ാം പദമാണെങ്കിൽ a പ്ലസ് 6 ഡി എന്ന് പറയും. ഈ a പ്ലസ് 6 ഡി എന്ന് പറയുന്നത് എത്രയും തന്നിട്ടുണ്ട്? 52 എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ സമാന്തര ശ്രേണിയിലെ ഈ പറയുന്ന സമാന്തര ശ്രേണിയിലെ 7ാം പദം 52 എന്ന് പറഞ്ഞിട്ടുണ്ട്. 7ാം പദത്തിന് നമ്മൾ എങ്ങനെയാ പറയാറ്? 7ാം പദത്തിനെ a പ്ലസ് 6 ഡി എന്നാണ് പറയുന്നത്. അത് എത്രയെന്ന് അറിയാം? 52. നോക്കിയേ, ഇതിനകത്ത് ഡി പൊതുവ്യത്യാസം നമ്മൾ എത്ര എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്? 6 എന്ന് പറഞ്ഞു വെച്ചിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഡിയുടെ സ്ഥാനത്ത് നമുക്ക് ഇട്ടുകൊടുക്കാം 6. അതായത് a പ്ലസ് 6 ഡി, 6 ഇൻറ്റു ഡിക്ക് പകരം 6 ഇട്ട് കൊടുത്തു. അത് എത്രയെന്നറിയാം? 52. വീണ്ടും a പ്ലസ് 6 36 ഈക്വൽ ടു നമുക്ക് എത്രയെന്ന് പറയാം? 52 എന്ന് പറയാം. ഓക്കെ ആണോ? ഈ 36 വലത്തെ വശത്തോട്ട് കൊണ്ടുപോകുമ്പോൾ a ഈക്വൽ ടു 52 മൈനസ് 36 നമുക്ക് കിട്ടും 16 എന്ന് പറഞ്ഞു കിട്ടി. അതായത് നമുക്ക് രണ്ട് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. പൊതുവ്യത്യാസം എത്രയാണ്? 6 എന്ന് നമ്മുടെ ചോദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന കാര്യം അനുസരിച്ച് ആദ്യ പദം a എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണ്? 16. ഓക്കെ ആണോ? പൊതുവ്യത്യാസം 6 ആദ്യ പദം a എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16. ഇനി നമ്മുടെ ചോദ്യം എന്താണ്?
16ാം പദം കണ്ടുപിടിക്കാന്നല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. 16ാം പദത്തിന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എ പ്ലസ് 15d എന്ന് പറഞ്ഞൂടെ? 16ാം പദത്തിന് എ പ്ലസ് 15d എന്നല്ലേ പറയാറ്? എ അറിയാം, ഡി അറിയാം, ഇട്ട് കൊടുക്കുക. എ എന്ന് പറഞ്ഞാൽ 16 പ്ലസ് 15d എന്നല്ലേ? 15 ഇൻറ്റു 6. ഈ 15 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 90 ആണ്. 90ഉം 16ഉം കൂടെ കൂട്ടി നമ്മൾ പറയും നമ്മുടെ ആൻസർ 106 എന്ന് പറഞ്ഞിട്ടും 106. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 106 എന്ന് പറഞ്ഞിട്ടും 106 എന്ന് പറഞ്ഞിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ സമാന്തര ശ്രേണിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തെഴുതി. 7ാം പദം നമുക്കറിയാം. 7ാം പദത്തിന് എ പ്ലസ് 6d എ പ്ലസ് 6d എന്നിട്ട് കൊടുത്തു എ കണ്ടുപിടിച്ചു. കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? 16ാമത്തെ പദമാണ്. 16ാം പദത്തിന് നമുക്ക് എങ്ങനെ പറയാം? എ പ്ലസ് 15d എന്ന് പറയാം. എ ഇട്ട് കൊടുക്കുന്നു, ഡി ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ ആൻസർ കിട്ടി 106. ചോദ്യം. ചോദ്യം പറയാം. 5, 10 എന്നീ സംഖ്യകൾ കൊണ്ട് ഒരേ സമയം ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന സംഖ്യകളുടെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസമായി വരുന്ന സംഖ്യ ഏതാണ്? കുറെ ഇങ്ങനെ വലിയ കാര്യമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. സംഭവം വേറെ ഒന്നുമില്ല. 5 നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 5 കൊണ്ടും 10 കൊണ്ടും ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന, ഒന്നും കൂടെ 5 കൊണ്ടും 10 കൊണ്ടും 5, 10 എന്നീ സംഖ്യകൾ കൊണ്ട് ഒരേ സമയം അല്ലെങ്കിൽ ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന സംഖ്യകളുടെ സമാന്തര അതെന്തായിരിക്കും? സമാന്തര ശ്രേണി ആയിരിക്കും. സമാന്തര ശ്രേണിയുടെ പൊതു വ്യത്യാസം എത്രയെന്നാണ്. വേറെ ഒന്നുമില്ല. ഒരു സംഖ്യ 5 കൊണ്ടും 10 കൊണ്ടും ഹരിക്കുക എന്ന് കേട്ടാൽ നമ്മൾ മനസ്സിലായിക്കൊള്ളണം 5ന്റെയും 10ന്റെയും എൽസിയമായ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റണ നമ്പർ എന്നാണ്. അപ്പൊ ഒന്നും കൂടെ, ഒരു സംഖ്യ 5 കൊണ്ടും 10 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ്? 5ന്റെയും 10ന്റെയും എൽസിയമായ സംഖ്യ എന്നാണ്. 5ന്റെയും 10ന്റെ എൽസിയം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 തന്നെയാണ്. എൽസിയം എന്ന് പറഞ്ഞാൽ 10 തന്നെയാണ്. അപ്പൊ നമുക്ക് ചോദ്യം ഇങ്ങനെ മാറ്റി പറയാം. 10 കൊണ്ട് 10 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന സമാന്തര ശ്രേണിയുടെ പൊതു വ്യത്യാസം എത്രയായിരിക്കും? വേറെ ഒന്നുമില്ല. എത്ര കൊണ്ടാണോ ഹരിക്കുന്നത്, 10 കൊണ്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, എത്ര കൊണ്ടാണോ ഹരിക്കുന്നത് അതായിരിക്കും പൊതു വ്യത്യാസമായിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടുത്തെ പൊതു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഏത് തന്നെയായിരിക്കും? ഓപ്ഷൻ ബി 10 തന്നെയായിരിക്കും. ഇനി ഇതിനകത്ത് വേറെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമ്മളൊരു എക്സാമ്പിൾ ഇട്ട് പറയുകയാണെങ്കിൽ 5 കൊണ്ടും 10 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന നമ്പർ എന്ന് പറയുന്നത് 5ന്റെയും 10ന്റെയും എൽസിയമായ 10 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പർ എന്നാണ്. ഈ 10 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന സംഖ്യകൾ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ഇട്ട് ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കാം. ഏതൊക്കെയായിരിക്കും? 13, 23, 33. ഇതിനെല്ലാം നമ്മൾ എത്ര കൊണ്ട് 10 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ ശിഷ്ടം എത്ര വരും? 3 വരും. ഇതിന്റെ പൊതുവ്യത്യാസം ഒന്ന് നോക്കി നോക്കി. എത്ര വെച്ചാ കൂടി പോകുന്നേ? 10 വെച്ചല്ലേ കൂടി പോകുന്നേ? അങ്ങനെയും നമുക്ക് പറയാം. എന്തായിരിക്കും? അതിന്റെ പൊതുവ്യത്യാസം സാധാരണ മനസ്സിലാക്കുക. എത്ര കൊണ്ടാണോ ഹരിക്കുന്നത് അതായിരിക്കും എന്ത്? പൊതുവ്യത്യാസം. ഇവിടെ എത്ര കൊണ്ടാണ് ഹരിക്കേണ്ടത്? 5 കൊണ്ടും 10 കൊണ്ടും എന്ന് പറയുമ്പോൾ 5ന്റെയും 10ന്റെയും എൽസിയമായ 10 കൊണ്ട് ഹരിക്കുന്നതാണ് അല്ലേ? അപ്പൊ നമ്മുടെ പൊതുവ്യത്യാസം എത്രയാണ്? 10 ആയിരിക്കും നമ്മുടെ പൊതുവ്യത്യാസം. 10. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ചോദ്യം. 5 മുതൽ 25 വരെയുള്ള ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുക എത്ര എന്നാണ്. 5 മുതൽ 25 വരെയുള്ള ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുക എത്ര എന്നാണ്. നമുക്കിത് പല രീതിയിലും കണ്ടുപിടിക്കാം. നമുക്ക് സമാന്തര ശ്രേണി വെച്ച് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഇനിയില്ല, ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക, അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് വെച്ച് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. എങ്ങനെയാണെങ്കിലും ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് സമാന്തര ശ്രേണി വെച്ചാണ്. ഇവിടെ നമ്മുടെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് 5 മുതൽ 25 വരെയുള്ള ഒറ്റ എണ്ണൽ സംഖ്യകളെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. 5 മുതൽ 25 വരെയുള്ള ഒറ്റ എണ്ണൽ സംഖ്യകൾ. നമുക്ക് പറഞ്ഞു നോക്കാം ഏതൊക്കെയാ 5 മുതൽ 25 വരെയുള്ള ഒറ്റ എണ്ണൽ സംഖ്യകൾ. 5 മുതൽ 5 ഉണ്ട്. ഇനി അടുത്ത് ഒറ്റ എണ്ണൽ സംഖ്യകൾ ഓഡ് നമ്പേഴ്സിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. 5 കഴിഞ്ഞാൽ പിന്നെ ഏതാ? 7 ആണ്. കഴിഞ്ഞു. പിന്നെ അടുത്ത് ഇത് കഴിഞ്ഞാൽ പിന്നെ ഏതാ? 9 ആണ്. ഇങ്ങനെ പറഞ്ഞ് ഏത് വരെയുള്ളതാ? 25 വരെയുള്ള ഒറ്റ എണ്ണൽ സംഖ്യകൾ ഓഡ് നമ്പേഴ്സിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ തുക കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ നമുക്കറിയാം, നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും 5, 7, 9, 11 ഡാഷ് 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 ഇങ്ങനെ പോകുന്ന ഒരു ശ്രേണി കണ്ടാൽ അത് എന്താണ്? അതൊരു സമാന്തര ശ്രേണിയല്ലേ? അല്ലേ? അപ്പൊ അതൊരു സമാന്തര ശ്രേണിയാണ്. അപ്പൊ ഒരു സമാന്തര ശ്രേണിയെ സംബന്ധിച്ച് തുക എങ്ങനെ കാണും എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സമാന്തര ശ്രേണിയുടെ തുക കാണുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, പറഞ്ഞേ, മനസ്സിലൊന്ന് പറയേ, n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി എന്നാണ്. n-1 ഇൻറ്റു ഡി എന്നാണ്. അറിയാൻ പാടില്ലാത്ത ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും അറിയാം, ഒരു സമാന്തര ശ്രേണിയുടെ തുക കണ്ടുപിടിക്കുന്നതാണ് n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി എന്നാണ്. n എന്ന് പറഞ്ഞാൽ എത്ര പദങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഇതിനകത്ത് എത്ര പദങ്ങൾ ഉണ്ടെന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ. 5 മുതൽ 25 വരെയുള്ള ഒറ്റ സംഖ്യകൾ എന്നല്ലേ? അപ്പോൾ മനസ്സിലായിക്കോളണം, ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത്, നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ അവസാന പദത്തിൽ നിന്ന് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം, ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം, പ്ലസ് 1 എന്നാണ്. അപ്പോൾ ഒന്നും കൂടെ, ഒരു സമാന്തര ശ്രേണിയിൽ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് 1 എന്നാണ്. ഓക്കെ ആണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ പദങ്ങളുടെ എണ്ണം നമുക്ക് പറഞ്ഞു നോക്കാം. അവസാന പദം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 25 ആണ്. മൈനസ് ആദ്യ പദം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം എത്ര വെച്ചാൽ കൂടി കൂടി പോകുന്നത്? 2 വെച്ചല്ലേ? അപ്പോൾ പൊതുവ്യത്യാസം 2 ആണ്. പ്ലസ് 1 എന്നാണ്. 25ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും 20 ആണ്. 20/2 എന്ന് പറഞ്ഞാൽ 10ഉം 1ഉം കൂടെ ചേർത്ത് പറയുമ്പോൾ പദങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി 11 പദങ്ങളാണ് ഉള്ളത്. അപ്പോൾ 5 മുതൽ 25 വരെ, 5 മുതൽ 25 വരെ എത്ര പദങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര എണ്ണം ഉണ്ട്? എത്ര പദങ്ങളുണ്ടെന്നല്ല, ഒറ്റ സംഖ്യകളായിട്ടുള്ള എത്ര പദങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ എത്ര എണ്ണം ഉണ്ട്? 11 എണ്ണം ഉണ്ട്. ശരി, ഞാൻ ഇവിടെ തുകയുടെ ഒരു ഫോർമുല ഞാൻ ഇവിടെ എഴുതി, n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി. ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എങ്കിലും നമുക്ക് തുക നമ്മൾ പഠിക്കുന്ന സമയത്ത് വേറൊരു ഫോർമുല കൂടെ നമ്മൾ പഠിക്കാറുണ്ട്, വേറൊരു ഇക്വേഷൻ കൂടെ നമ്മൾ പഠിക്കാറുണ്ട്. അതിങ്ങനെയാണ്, n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്നാണ്. അപ്പൊ ഇതും കൂടെ ഒന്ന് മനസ്സിലായിക്കോളേ. അപ്പൊ എങ്ങനെയാണ്? n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്നാണ്. എന്ന് പറഞ്ഞാൽ അവസാന പദം അറിയാമെങ്കിൽ ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? രണ്ടാമത്തെ ഫോർമുല ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉചിതം. കാരണം നമുക്ക് ഇതിനകത്ത് അവസാന പദം അറിയാം, അല്ലേ? അവസാന പദം എന്ന് പറഞ്ഞാൽ 25 അല്ലേ? അപ്പൊ രണ്ടാമത് പറഞ്ഞ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുന്നതാണ് കുറെ കൂടെ സൗകര്യം. പറഞ്ഞു വരാം. n നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11 ആണ്. 11/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം എന്നല്ലേ? ആദ്യ പദം എന്ന് പറഞ്ഞാൽ 5, അവസാന പദം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15. 5ഉം 25ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടും 30 എന്ന് പറഞ്ഞ് കിട്ടും. 30 വെട്ടിപ്പോകുമ്പോൾ 2 ഒരു പ്രാവശ്യം ഇവിടെ, 15 പ്രാവശ്യം 15 ഇൻറ്റു 11 നമുക്ക് കിട്ടി 165 എന്ന് പറയും. 165. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 165. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരാം. അപ്പോൾ ഇതിനകത്ത് 1-2 കാര്യങ്ങൾ നമ്മൾ അധികമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്താ കാര്യങ്ങൾ? അപ്പോൾ ഒന്നാമതായിട്ട് ഈ പറയുന്ന ചോദ്യത്തിൽ മനസ്സിലാക്കേണ്ടത് 5 മുതൽ 25 വരെയുള്ള ഒറ്റ എണ്ണൽ സംഖ്യകൾ എന്നാണ്. അതെങ്ങനെയാണ്? 5, 7, 9 എറ്റ്സെട്ര ഏതുവരെയുണ്ട്? 25 വരെയുണ്ട്. ഇതൊരു സമാന്തര ശ്രേണിയാണ്. 2 വെച്ച് 2 വെച്ച് 2 വെച്ച്, അല്ലെങ്കിൽ പൊതുവ്യത്യാസം 2 ആയ ഒരു സമാന്തര ശ്രേണിയാണ്. സമാന്തര ശ്രേണികളുടെ തുക നമുക്ക് 2 രീതിയിൽ പറയാം. ഒന്നുകിൽ n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി, അല്ലെങ്കിൽ എന്താണ്? n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്നാണ്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് n അറിഞ്ഞുകൂടാ. n എങ്ങനെ കണ്ടുപിടിക്കുന്നു വെച്ചാൽ ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 എന്നാണ്. അല്ലെങ്കിൽ അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുന്നു, അതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഭാഗിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യണം? ഒന്ന് കൂട്ടി പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് n കിട്ടി. നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11. ഓക്കെ, ഇതെടുത്ത് നമ്മൾ രണ്ടാമത് പറഞ്ഞ ഫോർമുലയ്ക്കകത്ത് ഇട്ട് കൊടുക്കാം. കാരണം നമുക്ക് അവസാന പദം ഇതിനകത്ത് അറിയാം, അല്ലെ? n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും തുക എന്ന് പറഞ്ഞാൽ 165. ക്ലിയർ അല്ലേ? ചോദ്യം. ചോദ്യം ഇങ്ങനെയാണ്, ഒരു കോൺ 45 ഡിഗ്രിയായ മട്ടത്രികോണത്തിന്റെ ലംബവശത്തിന്റെ നീളം 8 സെന്റിമീറ്റർ ആയാൽ അതിന്റെ കർണത്തിന്റെ നീളം എത്രയാണ് എന്നാണ്. ഒന്നും കൂടെ, ഒരു കോൺ, ശ്രദ്ധിച്ച് ചോദ്യം ഒന്ന് വായിക്കണേ. ഒരു കോൺ 45 ഡിഗ്രിയായ മട്ടത്രികോണം. അപ്പൊ ഒന്നും കൂടെ, ഒരു കോൺ 45 ഡിഗ്രിയായ മട്ടത്രികോണത്തിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്.
ഇവിടെ ഒരു കോൺ 45 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പറയാതെ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മട്ടത്രികോണം. മട്ടത്രികോണമാണെങ്കിൽ പറയാതെ നമുക്കൊരു കാര്യം പറയാൻ പറ്റും. എന്താ? ഒരു കോൺ എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണ്ടേ? അപ്പൊ നമ്മുടെ മനസ്സിൽ ഇപ്പൊ 2 കോണുകൾ കിട്ടി. ഒരെണ്ണം 45ഉം തന്നിട്ടുണ്ട്. ഇനി മട്ടത്രികോണം ആയതുകൊണ്ട് അടുത്ത കോൺ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണോ? അപ്പൊ ഈ ത്രികോണമൊന്നും ചോദ്യത്തിൽ തന്നിട്ടില്ല. ഞാൻ ഇതിവിടെ എക്സ്ട്രാ ഇട്ടിരിക്കുന്നതാണേ. അപ്പൊ ഒരു കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. കാരണം ഇതൊരു മട്ടത്രികോണമാണ്. ഇനി ഇതിൽ ഒരു കോൺ എത്ര ഡിഗ്രിയും തന്നിട്ടുണ്ട്? 45 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ക്ലിയർ ആണേ? അങ്ങനെയാണെങ്കിൽ പറ മൂന്നാമത്തെ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 180 കിട്ടണ്ടേ? 90ഉം 45ഉം ആയപ്പോൾ തന്നെ 135 ഇനി ബാക്കി 180 ആവണമെങ്കിൽ എത്ര കൂടെ വേണം? 45 ഡിഗ്രി. അപ്പോൾ മൂന്നാമത്തെ കോൺ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ആയിരിക്കും? 45 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കണേ, ഈ പറയുന്ന ത്രികോണത്തിന്റെ കോണുകൾ എത്രയൊക്കെ വീതമാണ്? 45ഉം 45ഉം 90 എന്നല്ലേ? 45 45 90 എന്നല്ലേ? ഇനി ലംബവശത്തിന്റെ നീളം 8 സെന്റിമീറ്റർ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലംബവശം എന്ന് പറയുമ്പോൾ ഇത് ലംബവശമാണ്, ഇത് ലംബവശമാണ്. പെർപെൻഡിക്കുലർ സൈഡ്സ് എന്നാണ്. ഇതിൽ ഒരെണ്ണം എത്ര സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്? 8 സെന്റിമീറ്റർ എന്നല്ലേ? അപ്പോൾ ഇത് 8 സെന്റിമീറ്റർ ആണ്. ഓക്കെ ആണോ? 8 സെന്റിമീറ്റർ ആണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ത്രികോണത്തിലെ കോണുകൾ 45 ഡിഗ്രിയും 45 ഡിഗ്രിയും 90 ഡിഗ്രിയുമാണെങ്കിൽ വശങ്ങൾ ഒരു പ്രത്യേക അംശബന്ധത്തിലായിരിക്കും. ആ അംശബന്ധം എത്രയാണ്? 1:1:√2 എന്നുള്ള അംശബന്ധത്തിലാണ്. അപ്പോൾ ഒന്നും കൂടെ, ഒരു ത്രികോണത്തിലെ കോണുകൾ 45ഉം 45ഉം 90ഉം ആണോ? നമ്മൾ 10ാം ക്ലാസ്സിൽ ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതിന്റെ വശങ്ങൾ ഏത് അംശബന്ധത്തിലായിരിക്കും? 1:1:√2 എന്നുള്ള അംശബന്ധത്തിലായിരിക്കും. ശരി. അപ്പോൾ 45ന് എതിരെയുള്ള വശം ഒരു ഭാഗമാണ്. അടുത്ത 45ന് എതിരെയുള്ള വശം ഒരു ഭാഗമാണ്. 90-നെതിരെയുള്ള വശം എത്ര ഭാഗമായിരിക്കും? √2 ഭാഗമായിരിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 45 ഈ 45-നെതിരെയുള്ളത് 8 ആണെങ്കിൽ ഇപ്പുറത്തെ 45-നെതിരെയുള്ളത് എത്ര വന്നേ പറ്റുള്ളൂ? 8 വന്നേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ലംബവശങ്ങളുടെ നീളം തന്നിട്ടുണ്ട് 8 ആണെന്ന്. നമുക്ക് എത്രയെന്ന് അറിയാം? 8 സെന്റിമീറ്റർ ആണെന്നൊക്കെ അറിയാം. ഓക്കെ ആണോ? 8ഉം 8ഒക്കെയാണ് അല്ലേ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് കർണത്തിന്റെ നീളം എത്രയെന്നാണ്. ഈ ഒരു റേഷ്യോ വെച്ചുകൊണ്ട് ഒരു ഭാഗം √2 ഭാഗം എന്നല്ലേ? മറ്റവൻ എത്ര ഭാഗമായിരിക്കും? √2 ഭാഗമായിരിക്കും. ആദ്യത്തത് 8 8 വെച്ചാണെങ്കിൽ മറ്റത് 8 √2 ആയിരിക്കും. സിമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ നമ്മുടെ ആൻസർ കർണത്തിന്റെ നീളം എത്രയായിരിക്കും? 8 √2 എന്നാണ്. അപ്പൊ ഒന്നും കൂടെ, ലംബവശങ്ങൾ 8 വീതമാണ് അല്ലേ? അപ്പൊ നമ്മുടെ ഈ പറയുന്ന റേഷ്യോ 1:1:√2 വേണമെങ്കിൽ ഇത് 8 ഭാഗം ഇത് 8 ഭാഗം മറ്റതെന്താണ്? 8 √2 ഭാഗമായിരിക്കും. എങ്കിലല്ലേ ഈ റേഷ്യോ ഓക്കെ ആവുള്ളൂ. 1:1:√2 എന്നുള്ള റേഷ്യോ അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ നമുക്ക് പറയാം, കർണത്തിന്റെ നീളം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 8 √2 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി വേറെ രീതിയിൽ എങ്ങനെ കണ്ടുപിടിക്കാന്ന് ചോദിച്ചാൽ, നമുക്ക് ഇത് രണ്ടും 8 എന്നറിയാം. ഇത് ഇത്രയും 8 ആണ്, ഇത് ഇത്രയും 8 ആണ്. പൈതഗോറസ് തിയറം ഉപയോഗിക്കാം. പൈതഗോറസ് തിയറം അനുസരിച്ച് കർണം എന്ന് പറഞ്ഞാൽ എന്താ? √ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്നല്ലേ? പാദവും ലംബവും എത്രയാണ്? അപ്പൊ √ഓഫ് 8ന്റെ സ്ക്വയർ പ്ലസ് 8ന്റെ സ്ക്വയർ അല്ലെങ്കിൽ √64 + 64 എല്ലാം ക്രിയ ചെയ്ത് വരുമ്പോൾ അവസാനം ഏതിൽ തന്നെ വന്ന് നിൽക്കും? 8 √2 തന്നെ വന്ന് നിൽക്കും. അപ്പൊ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉത്തരത്തിലോട്ട് എത്താനായിട്ട് സാധിക്കും. അപ്പൊ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ മട്ടത്രികോണത്തിന്റെ കോണുകൾ 45 45 90 ആണെങ്കിൽ വശങ്ങൾ ഏത് റേഷ്യോയിലേ വരുള്ളൂ? 1:1:√2 എന്നുള്ള റേഷ്യോയിലേ വരുള്ളൂ. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം ചെയ്യാം. ചോദ്യം. അപ്പൊ ഈ ചോദ്യത്തിലും വൃത്തം ഞാൻ എക്സ്ട്രാ വരച്ചിരിക്കുന്നതാണേ. ചോദ്യം. ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്, നല്ലൊരു ചോദ്യമാണേ. ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ ഒരറ്റം 1,4 അല്ലെങ്കിൽ 1,4 ആണ്. വൃത്തകേന്ദ്രം 3-4 എങ്കിൽ വ്യാസത്തിന്റെ മറ്റേ അറ്റത്തിന്റെ സൂചക സംഖ്യകൾ ഏവ എന്നാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ 1-2 വാക്കുകളൊക്കെ എക്സ്ട്രാ കിടപ്പുണ്ട്. എന്താ സംഭവം? സൂചക സംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കോർഡിനേറ്റ് എന്നാണ്. കോർഡിനേറ്റ് ജോമെട്രി എന്നൊക്കെ നമ്മൾ പഠിക്കൂലേ? അപ്പൊ കോർഡിനേറ്റ്സിനെ നമ്മൾ പറയുന്നതാണ് സൂചക സംഖ്യകൾ.
ഇനി വ്യാസം എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം എല്ലാവർക്കും അറിയാം എന്താണ് ഡയമീറ്റർ എന്നാണ്. ഡയമീറ്റർ വ്യാസം എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ എന്നാണ്. അപ്പൊ ഡയമീറ്ററിന്റെ പകുതി റേഡിയസ് ആണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇനി വൃത്തകേന്ദ്രം എന്നൊക്കെ പറഞ്ഞാൽ സെന്റർ ഓഫ് ദ സർക്കിൾ എന്നാണ്. സർക്കിളിന്റെ സെന്ററിനെ പറയുന്നതാണ് എന്ത് വൃത്തകേന്ദ്രം എന്നൊക്കെ നമ്മൾ പറയും. ശരി. അപ്പൊ ഇതിനകത്ത് നമ്മൾ സൂചക സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇങ്ങനെയാണ്, മനസ്സിലായിക്കൊള്ളേ. ഞാൻ ഇവിടെ ഒരു പോയിന്റ് പറയുന്നു. ആ പോയിന്റിന്റെ സൂചക സംഖ്യ ആദ്യത്തെ പോയിന്റിനെ ഞാൻ x1 y1 എന്ന് പറഞ്ഞെടുത്തു. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്താണ്? x1 y1. രണ്ടാമതൊരു പോയിന്റ് ഞാൻ ഇവിടെ എടുത്തു. ആ രണ്ടാമത്തെ പോയിന്റിന്റെ സൂചക സംഖ്യ x2 y2 എന്നാണ്. അപ്പൊ ഒന്നുകൂടെ, ആദ്യത്തെ പോയിന്റിന്റെ സൂചക സംഖ്യ x1 y1 ആണ്. രണ്ടാമത്തെ പോയിന്റിന്റെ സൂചക സംഖ്യ x2 y2 ആണ്. ഈ രണ്ട് പോയിന്റുകളും കണക്ട് ചെയ്ത് ഞാൻ ഒരു ലൈൻ വരച്ചു. ഈ ലൈനിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് മിഡ് പോയിന്റിൽ അല്ലെങ്കിൽ ആ സെന്ററിൽ വരുന്ന പോയിന്റിന്റെ സൂചക സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ ഈ തന്നിട്ടുള്ള രണ്ട് എക്സ് വാല്യൂസും തമ്മിൽ കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. അതായത് x1 പ്ലസ് x2 ഡിവൈഡഡ് ബൈ 2 എന്നും ഇവിടുത്തെ y വാല്യൂ എന്ന് പറഞ്ഞാൽ y1 പ്ലസ് y2 ഡിവൈഡഡ് ബൈ 2 എന്നുമാണ്. അപ്പോൾ ഒന്നും കൂടെ നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കണേ, നല്ല വൃത്തിക്കൊന്ന് മനസ്സിലാക്കി വരണം. രണ്ട് പോയിന്റുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആദ്യത്തെ പോയിന്റിനെ നമ്മൾ x1 y1 എന്നും, അല്ലേ? ആദ്യത്തെ പോയിന്റിനെ ഞാൻ x1 y1 എന്നും രണ്ടാമത്തെ പോയിന്റിനെ ഞാൻ എന്തെന്നും എടുത്തു? x2 y2 എന്നും പറഞ്ഞെടുത്തു. അപ്പോൾ ഒന്നും കൂടെ, ആദ്യത്തെ പോയിന്റ് x1 y1, രണ്ടാമത്തെ പോയിന്റ് x2 y2. ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു ലൈൻ വരച്ചു, അല്ലെ? ഈ ലൈൻ വരച്ചു. ഓക്കെ ആണോ? ഈ ലൈനിലെ കറക്റ്റ് സെന്ററിൽ വരുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അവിടുത്തെ സൂചക സംഖ്യ, അല്ലെ? രണ്ട് അറ്റത്തിലുള്ള നമുക്കറിയാം x1 y1 x2 y2. ഈ സെന്ററിൽ വരുന്ന പോയിന്റിന്റെ സൂചക സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ ഈ രണ്ടറ്റത്തുള്ളയും എക്സ് വാല്യൂ തമ്മിൽ കൂട്ടണം. x1 x2 കൂടെ കൂട്ടി ബൈ 2. ഇനി ഇവിടുത്തെ y വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? y1 y2 കൂടെ കൂട്ടി അതിന്റെ പകുതി എടുത്താൽ മതി. എന്ത് കിട്ടി? y വാല്യൂ. ഓക്കെ ആണോ? അപ്പോൾ ഒന്നും കൂടെ മനസ്സിലങ്ങ് ഉറപ്പിച്ചോളണേ. ഒരറ്റത്ത് x1 y1, മറ്റേ അറ്റത്തിൽ x2 y2. രണ്ടിനെ കണക്ട് ചെയ്തൊരു ലൈൻ വരച്ചു. അതിന്റെ സെന്ററിലെ സൂചക സംഖ്യ എന്ന് പറഞ്ഞാൽ x1 x2 കൂടെ കൂട്ടുന്നു, പകുതി എടുക്കുന്നു. സെന്ററിലുള്ള പോയിന്റിന്റെ y വാല്യൂ എന്ന് പറഞ്ഞാൽ y1 y2 കൂടെ കൂട്ടുന്നു, പകുതി എടുക്കുന്നു. ക്ലിയർ ആണ്? അപ്പൊ നമ്മുടെ ചോദ്യത്തിലോട്ട് പോകാമോ? ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലായിക്കൊള്ളണം. ഇത് ബേസിക് ഐഡിയ ആണ്. നമ്മളെ ചോദ്യത്തിലോട്ട് പോവാം. ചോദ്യം ഒന്നുകൂടെ വായിക്കാം. ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ ഒരറ്റം, വ്യാസം ഇവിടെ വരച്ചിട്ടുണ്ടേ, ഡയമീറ്റർ ആണ് വ്യാസം. വ്യാസത്തിന്റെ ഒരറ്റത്തിലെ സൂചക സംഖ്യ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 1,4 അല്ലെങ്കിൽ 1,4 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെയാണ്. വൃത്തകേന്ദ്രത്തിലെ സൂചക സംഖ്യ എന്നും തന്നിട്ടുണ്ട്? 3-4 എന്നും തന്നിട്ടുണ്ട്. 3-4. എങ്കിൽ വ്യാസത്തിന്റെ മറ്റേ അറ്റത്തിന്റെ സൂചക സംഖ്യ ഏതെന്നാണ് കണ്ടുപിടിക്കുന്നത്. മറ്റേ അറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പോയിന്റ് ആയിരിക്കും. ആ പോയിന്റിലെ സൂചക സംഖ്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒന്നുകൂടി പറഞ്ഞു വരാം. വ്യാസത്തിന്റെ, ഡയമീറ്ററിന്റെ ഒരറ്റത്തിലുള്ളത് 1-4 ആണ്. വൃത്തകേന്ദ്രത്തിൻ്റെത് 3-4 ആണ്. അങ്ങനെയാണെങ്കിൽ മറ്റേ അറ്റത്തിലുള്ള സൂചക സംഖ്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, നമുക്ക് അവിടുത്തെ സൂചക സംഖ്യ അറിഞ്ഞുകൂടാ. ഞാൻ അതിനെ XY എന്ന് പറഞ്ഞെടുത്തു. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞു വെച്ച കാര്യം, രണ്ട് എൻഡിൽ രണ്ട് സൂചക സംഖ്യകളുണ്ട്. അതിന്റെ സെന്ററിൽ വരണ സൂചക സംഖ്യ എന്ന് പറഞ്ഞാൽ രണ്ട് അറ്റത്തിലുള്ള എക്സ് വാല്യൂകൾ തമ്മിൽ കൂട്ടണം, പകുതി എടുക്കുമ്പോൾ കിട്ടുന്നതല്ലേ? എന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സ് വാല്യൂ ആയ 3 എന്ന് പറഞ്ഞാൽ ഈ എക്സും ഇവിടുത്തെ 1 കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കുമ്പോൾ കിട്ടുന്നതല്ലേ എക്സ് എന്ന് പറഞ്ഞാൽ, 3 എന്ന് പറഞ്ഞാൽ. ഒന്നുകൂടെ, നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന സെന്ററിലുള്ള കോർഡിനേറ്റിന്റെ എക്സ് വാല്യൂ ആയ 3 എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഇടത്തെ അറ്റത്തിലെ എക്സും വലത്തെ അറ്റത്തിലെ 1 കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കുമ്പോഴല്ലേ ആ 3 കിട്ടേണ്ടത്. ചെയ്തു നോക്കാം. അതായത് ഇടത്തെ അറ്റത്തിലുള്ള എക്സും വലത്തെ അറ്റത്തിലെ 1 കൂടെ കൂട്ടി പകുതി എടുക്കുമ്പോഴാണ് സെന്ററിൽ വരുന്ന 3 കിട്ടുന്നത്. ഇതിൽ നിന്ന് എക്സ് നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഈ 2 ക്രോസ് ചെയ്ത് ഇങ്ങി വരും. അതായത് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 6 എന്ന് പറയാം. എക്സ് ഈക്വൽ ടു 6 - 1 നമുക്ക് കിട്ടി 5 എന്ന് കിട്ടി.
അതായത് എക്സ് വാല്യൂ നമുക്ക് കിട്ടി എത്രയാണ്? 5 ആണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വൈ വാല്യൂ അല്ലേ? ഈ പറയണ സെന്ററിൽ വരുന്നവന്റെ y എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറയണ -4 എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? ഇടത്തെ അറ്റത്തിലുള്ള yയും വലത്തെ അറ്റത്തിലെ 4ഉം കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ പോരെ? അതായത് y പ്ലസ് 4/2 ചെയ്യുമ്പോൾ നമുക്ക് സെന്ററിലുള്ളവന്റെ സെന്ററിലുള്ള y വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? -4 ആണ്. ഇത് ക്രോസ് ചെയ്യുമ്പോൾ y പ്ലസ് 4 ഈക്വൽ ടു 2 ഇൻറ്റു -4 എന്ന് പറഞ്ഞാൽ -8. y ഈക്വൽ ടു -8 -4 എന്ന് പറഞ്ഞാൽ എത്രയെന്ന് കിട്ടി? -12 എന്ന് പറഞ്ഞു കിട്ടി. അതായത് y വാല്യൂ നമുക്ക് കിട്ടി. y എന്ന് പറഞ്ഞാൽ എത്രയാണ്? -12 ആണ്. ഉറപ്പിക്കാമോ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ എക്സ് വൈ അല്ലേ? ഈ എക്സ് y ഇതല്ലേ കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ എക്സ് എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. എക്സ് എത്രയെന്ന് പറഞ്ഞു? 5 അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ പറയുമ്പോൾ 5, y എന്ന് പറഞ്ഞാൽ എത്ര? -12. 5 -12 ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ സി നമുക്ക് കിട്ടി. 5 -12 എന്ന് പറയും. 5 -12. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആരെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആ പറഞ്ഞ ബേസിക് കൺസെപ്റ്റുകൾ ഒന്നും കൂടെ ഒന്ന് കേട്ട് നോക്കണേ. ബേസിക് കൺസെപ്റ്റുകൾ ഒന്നും കൂടെ കേട്ടിട്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരം ചെയ്യാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്തായാലും SCERT ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. നമ്മൾ അതിന്റെ സ്ലൈഡുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഓരോ ചാപ്റ്ററായിട്ട് നമ്മൾ പഠിക്കും. ആ കൂട്ടത്തിൽ ഇതെല്ലാം ഈ പറഞ്ഞ കൺസെപ്റ്റുകളെല്ലാം വളരെ വ്യക്തമായിട്ട് പഠിക്കും. പ്രത്യേകിച്ച് ഈ വരാൻ പോകുന്ന LP UP LD ക്ലർക്ക് പരീക്ഷകൾക്ക് എന്തായാലും നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ നല്ല വൃത്തിക്കൊന്ന് പഠിച്ചോളണം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഉടനെ SCERT ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. ശരി, ചോദ്യം. ഒരു അധിവർഷത്തിൽ 53 ഞായറാഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത എത്ര എന്നാണ്? ശരി. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം കേട്ട് കഴിഞ്ഞാൽ ഒരു അധിവർഷത്തിൽ ഇത്ര ഞായറാഴ്ചകൾ ഉണ്ടാക്കാനുള്ള സാധ്യത കാണാതെ അങ്ങ് പഠിച്ചു വെച്ചോളണം. അത് 2/7 ആണ്. ഒരു അധിവർഷത്തിൽ 53 ബുധനാഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത എത്ര? 2/7. ഒരു അധിവർഷത്തിൽ 53 ശനിയാഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത എത്രയാണ്? 2/7. ഒരു അധിവർഷത്തിൽ 53 ചൊവ്വാഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത എത്രയാണ്? 2/7. എങ്ങനെയാന്ന് ചോദിച്ചാൽ സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു അധിവർഷത്തിൽ ജനുവരി മാസം 1-ാം തീയതിയും 2-ാം തീയതിയും വരുന്ന ദിവസങ്ങൾ 53 കാണും. അപ്പൊ ഒന്നും കൂടെ എങ്ങനെയാണ്? ഒരു അധിവർഷത്തിൽ ജനുവരി മാസം 1-ാം തീയതിയും 2-ാം തീയതിയും വരുന്ന ദിവസങ്ങൾ എത്ര കാണും? 53 കാണും. ഓക്കെ ആണോ? ഒന്നുകൂടെ ഒന്ന് ക്ലാരിറ്റിയോടെ പറഞ്ഞുതരാം. ഒരു അധിവർഷത്തിൽ ജനുവരി മാസം 1-ാം തീയതി ബുധനാഴ്ചയും 2-ാം തീയതി സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? വ്യാഴാഴ്ച ആയിരിക്കും. അതായത് ആ വർഷത്തിൽ 53 ബുധനാഴ്ചയും 53 വ്യാഴാഴ്ചകളും കാണും. ബാക്കി എല്ലാ ദിവസവും എത്രണ്ണേ കാണുള്ളൂ? 52 കാണുള്ളൂ. അപ്പൊ ഒന്നും കൂടെ, ഒരു അധിവർഷത്തിൽ ജനുവരി മാസം 1-ാം തീയതിയും 2-ാം തീയതിയും വരുന്ന ദിവസങ്ങൾ എത്രണ്ണം കാണും? 53. ബാക്കി എല്ലാ ദിവസങ്ങളും എത്രണ്ണേ ഉള്ളൂ? 52 ഉള്ളൂ. അങ്ങനെ പറഞ്ഞു വരികയാണെങ്കിൽ ഒരു അധിവർഷത്തിൽ 1-ാം തീയതി ഞായറാഴ്ച വന്നെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ആ വർഷത്തിൽ 53 ഞായറാഴ്ചയും കാണും, 53 തിങ്കളാഴ്ചയും കാണും. ഓക്കെ ആണോ? ഇനി ഒരു അധിവർഷത്തിൽ 1-ാം തീയതി തിങ്കളാഴ്ചയാണെന്ന് വെച്ചു, മൺഡേ ആണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ 2-ാം തീയതി എന്തായിരിക്കും? ചൊവ്വാഴ്ചയായിരിക്കും. അതായത് ആ വർഷത്തിൽ 53 തിങ്കളാഴ്ചയും 53 ചൊവ്വാഴ്ചയും കാണും. ബാക്കി എല്ലാ ദിവസങ്ങളും എത്രണ്ണേ കാണുള്ളൂ? 52 കാണുള്ളൂ. വീണ്ടും ഒരു അധിവർഷത്തിൽ 1-ാം തീയതി ചൊവ്വാഴ്ചയാണെന്ന് വെച്ചു, 2-ാം തീയതി എന്തായിരിക്കും? ബുധനാഴ്ചയായിരിക്കും. എന്ന് വെച്ചാൽ ആ വർഷത്തിൽ 53 ചൊവ്വാഴ്ചയും 53 ബുധനാഴ്ചകളും കാണും. കഴിഞ്ഞില്ല. ഒരു അധിവർഷത്തിൽ 1-ാം തീയതി ബുധനാഴ്ചയാണെന്ന് വെച്ചു, 2-ാം തീയതി വ്യാഴാഴ്ചയായിരിക്കും. അതായത് ആ അധിവർഷത്തിൽ 53 ബുധനാഴ്ചയും 53 വ്യാഴാഴ്ചയും ഉണ്ടാവും. ഓക്കെ ആണോ? വീണ്ടും ഒരു അധിവർഷത്തിൽ 1-ാം തീയതി വ്യാഴാഴ്ചയാണെന്ന് വെച്ചു, 1-ാം തീയതി വ്യാഴാഴ്ചയാണ്, 2-ാം തീയതി വെള്ളിയാഴ്ചയായിരിക്കും. അതായത് ആ വർഷത്തിൽ 53 വ്യാഴാഴ്ചയും 53 വെള്ളിയാഴ്ചകളും കാണും. വീണ്ടും ഒരു അധിവർഷത്തിൽ 1-ാം തീയതി വെള്ളിയാഴ്ചയാണെന്ന് വെച്ചു, 2-ാം തീയതി ശനിയാഴ്ച. അതായത് ആ വർഷത്തിൽ 53 വെള്ളിയാഴ്ചകളും 53 ശനിയാഴ്ചകളും ഉണ്ടാവും. വീണ്ടും ഒരു അധിവർഷത്തിൽ 1-ാം തീയതി ശനിയാഴ്ചയാണെന്ന് വെച്ചു, 2-ാം തീയതി ഞായറാഴ്ചയായിരിക്കും. അതായത്
ആ വർഷത്തിൽ 53 ശനിയാഴ്ചയും 53 ഞായറാഴ്ചകളും കാണും. ശരി, നോക്കിക്കോ, നമുക്ക് എത്ര കോമ്പിനേഷൻസ് പറയാൻ പറ്റി ഇതിനകത്ത്? 1, 2, 3, 4, 5, 6, 7 രീതിയിൽ പറയാൻ പറ്റിയില്ലേ? 7 രീതിയിൽ പറയാൻ പറ്റി. ഈ 7-നകത്ത് ഞായറാഴ്ചകൾ എത്ര തവണ നമ്മൾ കണ്ടു? ദാ ഇവിടെ ഞായറും തിങ്കളും, ഇവിടെയാണെങ്കിൽ ശനിയും ഞായറും. നമുക്ക് പറയാം മൊത്തം 7 ഉള്ളതിൽ ഞായറാഴ്ച വന്നത് എത്രയാണ്? 2 എണ്ണമാണ്. അപ്പൊ നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ, സാധ്യത എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 7-ൽ 2 അല്ലെങ്കിൽ 2/7 ആയിരിക്കും. ഇനി ഇത് ഏത് ദിവസം ചോദിച്ചാൽ, ഇപ്പൊ തിങ്കൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഇതിനകത്ത് തിങ്കളുടെ 2 കോമ്പിനേഷൻ ഉണ്ട് അല്ലേ? ഇവിടെ ഉണ്ട്, ഇവിടെയും തിങ്കളാഴ്ച ഉണ്ട്. അപ്പോൾ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 2/7. ഇനി ബുധനാഴ്ച ചോദിക്കണമെന്ന് വെച്ചോ, ബുധനാഴ്ച 2 ഉണ്ട്. ഇവിടെയും ബുധനാഴ്ചയുണ്ട്, ഇവിടെയും ബുധനാഴ്ചയുണ്ട്. അതും എന്ത് തന്നെയാണ്? 2/7 തന്നെയാണ്. അപ്പൊ മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ ഇതിനകത്ത് അങ്ങ് വലിയ സംഭവമായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിവർഷത്തിൽ എത്ര ഞായറാഴ്ച അല്ലെങ്കിൽ എത്ര ബുധനാഴ്ച അല്ലെങ്കിൽ എത്ര തിങ്കൾ അല്ലെങ്കിൽ എത്ര വെള്ളി അല്ലെങ്കിൽ എത്ര വ്യാഴം എന്ന് ചോദിച്ചാൽ സാധ്യത എന്തേ വരുള്ളൂ? 2/7 ആയിരിക്കും. ഉറപ്പാണേ? ചോദ്യം. നല്ലൊരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: ഒരു സംഖ്യയുടെയും അതിന്റെ വ്യുൽക്രമത്തിന്റെയും തുക 6 ആയാൽ സംഖ്യ ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു സംഖ്യയുടെയും അതിന്റെ വ്യുൽക്രമത്തിന്റെയും തുക 6 ആയാൽ സംഖ്യ ഏതെന്നാണ്. അപ്പോൾ വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ റെസിപ്രോക്കൽ എന്നാണ്. 7ന്റെ വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പറയും? 1/7 എന്ന് പറയും. 5ന്റെ വ്യുൽക്രമം എത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ പറയും? 1/5 എന്ന് പറയും. 10ന്റെ വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ 1/10. അപ്പൊ ഇവിടെ നമ്മുടെ ചോദ്യത്തിനകത്ത് ഏതോ ഒരു സംഖ്യ എന്നാ പറഞ്ഞിരിക്കുന്നത്. സംഖ്യ നമുക്ക് അറിഞ്ഞുകൂടാ. സംഖ്യയെ ഞാൻ എക്സ് എന്ന് പറഞ്ഞെടുത്തു. അപ്പോൾ ഈ സംഖ്യയുടെയും അതിന്റെ വ്യുൽക്രമം, എക്സിന്റെ വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/x. അതിന്റെ വ്യുൽക്രമത്തിന് തുക എത്ര കിട്ടുമെന്ന് പറഞ്ഞു? 6 കിട്ടുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്നും കൂടെ നമ്മുടെ ചോദ്യത്തിൽ ഒരു സംഖ്യയുടെയും അതിന്റെ വ്യുൽക്രമത്തിന്റെയും തുക 6 ആയാൽ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സംഖ്യ അറിഞ്ഞൂടാത്ത സംഖ്യയെ ഞാൻ എക്സ് എന്ന് പറഞ്ഞെടുത്തു. അതിന്റെ വ്യുൽക്രമത്തിനെ ഞാൻ എന്തെന്ന് പറഞ്ഞെടുത്തു? 1/x എന്ന് എടുത്തു. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്നാ പറഞ്ഞിരിക്കുന്നത്? 6 കിട്ടുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ശരി, ഇവിടെ നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ എക്സ് ഇൻറ്റു എക്സ് എന്തായിട്ട് മാറി? x² പ്ലസ് ഇവിടത്തെ 1 ഇൻറ്റു 1 എത്ര എന്നായി? 1 എന്ന് കിട്ടി. ഹോൾ ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു എക്സ്. അത് എത്രയെന്ന് അറിയാം? 6 എന്നറിയാം. ഓക്കെയാണ്. ഈ എക്സിനെ നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാമല്ലോ. അതായത് എക്സ് ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 6x എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ പറയാം: x² പ്ലസ് 1 ഈക്വൽ ടു എക്സ് ഇൻറ്റു 6, അതായത് 6x എന്ന് കിട്ടി. ഞാൻ ഇങ്ങനെ ഇട്ടിരിക്കുന്നില്ല, ഈ 6xനെ ഇടത്തോട്ട് കൊണ്ടുപോയാണ്. അതായത് നമുക്കിങ്ങനെ പറയാം: x² ഇടതുവശത്ത് വന്നപ്പോൾ അത് 6x എന്നായി, പ്ലസ് 1 ഈക്വൽ ടു എന്തെന്ന് പറയാം? 0 എന്ന് പറയാം. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് കിട്ടിയ സമവാക്യം ഇങ്ങനെയാണ്: x² മൈനസ് 6x പ്ലസ് 1 ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 0 എന്ന് പറഞ്ഞു കിട്ടി. ഇത് കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും തോന്നിയാ? 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചവരല്ലേ? 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച രണ്ടാം കൃതി അല്ലേ സമവാക്യം, അല്ലെങ്കിൽ പറയാം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ട് പറയണമെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോം ആയിട്ട് മാറി അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലായിരിക്കും: ax² പ്ലസ് bx പ്ലസ് സി ഈക്വൽ ടു 0 എന്നുള്ള രൂപത്തിലുള്ള ഇക്വേഷനെ പറയുന്നതാണ് എന്ത്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയും. ഇതിന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു രൂപത്തിലാണെങ്കിൽ എക്സിന്റെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ മനസ്സിൽ വന്ന് കാണും. എക്സ് ഈക്വൽ ടു എന്താണ്? -b പ്ലസ് ഓർ മൈനസ് റൂട്ട് b² മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a എന്നാണ്. അപ്പൊ ഒന്നും കൂടെ ഒരു ഇക്വേഷൻ അല്ലെ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലാണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എക്സ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് b² മൈനസ് 4ac
ഡിവൈഡഡ് ബൈ 2a എന്നാണ്. ഇതിനകത്ത് നമുക്ക് എല്ലാം ഓരോന്നായിട്ട് എടുത്ത് പറഞ്ഞു നോക്കാം. എ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷനകത്ത് ഇവിടെ എ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്നല്ലേ? എക്സ് സ്ക്വയറിന്റെ കൂടെ വരുന്ന നമ്പർ ഏതാണ്? 1 അല്ലേ? അതായത് എ എന്ന് പറഞ്ഞാൽ 1 ആണ്. ബി എന്ന് പറഞ്ഞാൽ -6 ആണ്. സി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ഓക്കെ ആണോ? ഇട്ട് കൊടുക്കാം. മൈനസ് ബി എന്ന് പറയുമ്പോൾ -6x അതായത് +6 പ്ലസ് ഓർ മൈനസ് √b². -6ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 -4ac 4 × 1 × 1 4 ഡിവൈഡഡ് ബൈ 2a 2 × 1 അതായത് 2 തന്നെയാണ്. വീണ്ടും ചെയ്തു വരുമ്പോൾ 6a പ്ലസ് ഓർ മൈനസ് √36 - 4 എന്ന് പറഞ്ഞാൽ √32 എന്നാണ്. ഹോൾ ഡിവൈഡഡ് ബൈ എന്താ? 2. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. √32 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, √16 × 2 എന്നാണ്. ഈ √16ന്റെ വാല്യൂ നമുക്കറിയാം. √16 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 അല്ലേ? അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് കിട്ടും 4√2 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് പറയാം √32ന് പകരം എന്തെന്ന് ഇട്ട് കൊടുക്കാം? 4√2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 6 പ്ലസ് ഓർ മൈനസ് 4√2 ഡിവൈഡഡ് ബൈ 2 എന്നാണ്. നമുക്ക് ഈ 2 കൊണ്ട് 6നെയും 4നെയും വെട്ടിക്കൂടെ? അങ്ങനെ വെട്ടുമ്പോൾ നമുക്ക് കിട്ടും 3 പ്ലസ് ഓർ മൈനസ് 2√2 എന്ന് പറഞ്ഞിട്ട്. ശരി, ഇങ്ങനെ ഒരു ആൻസർ നമ്മുടെ ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ 3 പ്ലസ് ഓർ മൈനസ് 2√2 എന്നാണ് പറഞ്ഞിട്ട് അല്ലെ? 3 പ്ലസ് ഓർ മൈനസ്. അപ്പോൾ നമുക്ക് ആൻസർ പറയുമ്പോൾ എങ്ങനെ പറയാം? ഒന്നുകിൽ 3 പ്ലസ് 2√2 ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? 3 മൈനസ് 2√2 ആയിരിക്കും അല്ലെ? പ്ലസ് ഓർ മൈനസിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 3 പ്ലസ് ഓർ മൈനസ് 2√2 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഒന്നുകിൽ 3 പ്ലസ് 2√2 ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? 3 മൈനസ് 2√2 ആയിരിക്കും. നമ്മുടെ ഓപ്ഷനകത്തുള്ളത് ഏതാ? 3 പ്ലസ് 2√2 ആണ്. അപ്പം നമ്മുടെ ആൻസർ പറയാം ഓപ്ഷൻ എ 3 പ്ലസ് 2√2 ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ ഇത് മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കണ്ടു നോക്കുക. ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ ax² + bx + c = 0 എന്നുള്ള രൂപത്തിലുള്ള ഒരു സമവാക്യത്തിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? -b പ്ലസ് ഓർ മൈനസ് √b² - 4ac ഡിവൈഡഡ് ബൈ 2 എന്നാണ്. അതിനകത്ത് എക്കും ബിക്കും സിക്കും വാല്യൂസ് ഇട്ട് കൊടുക്കാൻ നമുക്ക് കിട്ടും 3 പ്ലസ് ഓർ മൈനസ് 2√2 എന്ന് കിട്ടും. നമ്മുടെ ഓപ്ഷനിലുള്ളത് 3 പ്ലസ് 2√2 എന്നാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 3 പ്ലസ് 2√2. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം ആണ്, ചിത്രത്തിൽ സി വൃത്തകേന്ദ്രം ആംഗിൾ ABD 30 ഡിഗ്രി ആയാൽ ആംഗിൾ ACD എത്ര എന്നാണ്. ചിത്രത്തിൽ സി എന്ന് പറഞ്ഞ വൃത്തകേന്ദ്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആംഗിൾ ABD എന്ന് പറയുന്നത് 30 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ACD എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ചെയ്യുന്നതിന് മുന്നേ ഒരു 1-2 ചെറിയ കാര്യങ്ങളൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ ചോദ്യത്തിലോട്ട് വരാം. അപ്പോൾ ഈ പറയുന്ന ചോദ്യത്തിന്റെ ആൻസർ എഴുതണമെങ്കിൽ നമ്മൾ 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ഒരു ചെറിയൊരു കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ 10ാം ക്ലാസ്സിൽ സർക്കിൾ എന്ന് പറഞ്ഞ വൃത്തങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ കൺസെപ്റ്റിലൂടെയാണ് നമ്മൾ ഇതിന്റെ ആൻസറിലോട്ട് എത്തുന്നത്. അപ്പം ഞാൻ ആ കൺസെപ്റ്റ് എന്താണെന്നുള്ള കാര്യം പറയാം. ശരി, ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ചിത്രവും ഒരു കൺസെപ്റ്റൊക്കെ ഇങ്ങനെ പതിപ്പിച്ചിട്ടുണ്ട്. ഇത് ഞാൻ നമ്മുടെ 10ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിനകത്ത് നിന്ന് അതേപടി വെട്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഈ ചിത്രവും അത് തന്നെ, ഈ പറഞ്ഞ കൺസെപ്റ്റും അത് തന്നെ. അപ്പോൾ നോക്കി നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വൃത്തത്തിലെ ഏതു ചാപവും കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണിന്റെ പകുതിയാണ് മറുചാപത്തിലുണ്ടാക്കുന്ന കോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചാപം എന്ന് പറഞ്ഞാൽ ആർക്ക് എന്നാണ് കേട്ടോ. ആർക്ക് എന്നാണ്. ഇവിടെ ഞാനൊരു ആർക്കിനെ പറ്റി പറയാണ്. ഈ ഒരു ചാപം അല്ലെങ്കിൽ ഈ ഒരു ആർക്ക് വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ സെന്റർ ഓഫ് ദ സർക്കിളിൽ ഉണ്ടാക്കുന്നത് എത്ര ഡിഗ്രിയാണ്? എക്സ് ഡിഗ്രിയാണ്. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒന്നും കൂടെ, ഈ പറയണ ചാപം ഇത് മുതൽ ഇത് വരെയുള്ള ഈ ചാപം ആർക്ക് വൃത്ത കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ എത്ര ഡിഗ്രിയാണ്? എക്സ് ഡിഗ്രിയാണ്. ഇനി ഈ പറയണ ആർക്ക് ഒഴികെ ബാക്കി ഇങ്ങോട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ഇത്രയും ഭാഗം ഓക്കെ ആണോ? അതിനെ നമ്മൾ പറയുന്നത് മറുചാപം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ
ഓൾട്ടർനേറ്റ് ആർക്ക് എന്നാണ് പറയുന്നത്. ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയും. അപ്പോൾ ഒന്നും കൂടെ ഇത് നമ്മൾ ഇത് മുതൽ ഇത് വരെ ഉള്ളത് ഇത്രയും പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ആർക്കാണ് അല്ലെങ്കിൽ ചാപമാണ്. അത് വൃത്തകേന്ദ്രത്തിൽ എക്സ് ഡിഗ്രി ഉണ്ടാകുന്നു. ഇനി ഇതേ ചാപം തന്നെ അതിന്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്നത് എത്ര ഡിഗ്രി എന്ന് ചോദിച്ചാൽ എക്സിന്റെ പകുതിയായിരിക്കും, x/2 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒന്നും കൂടെ, ഒരു ചാപം കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന എക്സ് ആണെങ്കിൽ അതേ ചാപം തന്നെ അതിന്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന എത്രയായിരിക്കും? x/2 ഡിഗ്രി ആയിരിക്കും. x/2 ഡിഗ്രി ആയിരിക്കും. ഇനി ഇതേ ചാപം തന്നെ ഇവിടെ ഉണ്ടാക്കും. അതെങ്ങനെ? അല്ലേ? അപ്പൊ ഇവിടെ ഉണ്ടാക്കുന്ന ഈ കോൺ എത്ര ഡിഗ്രി തന്നെ ആയിരിക്കും? x/2 തന്നെ ആയിരിക്കും. അപ്പോൾ ഒന്നും കൂടെ വ്യക്തമായിട്ടൊന്ന് നോക്കിക്കോളണേ. ഒരു ചാപം വൃത്തകേന്ദ്രത്തിൽ എക്സ് ഡിഗ്രി ഉണ്ടാക്കൂ, അതേ ചാപം തന്നെ അതിന്റെ മറുചാപത്തിൽ x/2 ഡിഗ്രി ഉണ്ടാക്കുക. അപ്പൊ ഒന്നും കൂടെ, ഒരു ചാപം അതിന്റെ കേന്ദ്രത്തിൽ എക്സ് ഡിഗ്രി ഉണ്ടാക്കുന്നു, അതേ ചാപം തന്നെ അതിന്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന എന്താണ്? അതിന്റെ നേർപകുതിയായിരിക്കും. പറഞ്ഞു നോക്കാം. ഇത്രയും 40 ഡിഗ്രി ആണോ? ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 40ന്റെ പകുതി 20 ഡിഗ്രി ആയിരിക്കും. ഇത്രയും 50 ഡിഗ്രി ആണോ? ഇത് എത്രയായിരിക്കും? 50ന്റെ പകുതി 25 ഡിഗ്രി ആയിരിക്കും. ഇത്രയും 70 ഡിഗ്രി ആണോ? ഇത് എത്രയായിരിക്കും? 70ന്റെ പകുതി 35 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ പറഞ്ഞ കാര്യം ഓക്കെ ആണെങ്കിൽ ഈ എഴുതിയിരിക്കുന്ന കാര്യം ഒന്ന് വായിച്ചു നോക്കാമോ? എന്താ പറഞ്ഞിരിക്കുന്നത്? അത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഞാൻ അതേപോലെ വെട്ടി വെച്ചിരിക്കുന്നതാണ്. വൃത്തത്തിലെ ഏതു ചാപവും കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണിന്റെ പകുതിയാണ് മറുചാപത്തിലുണ്ടാക്കുന്ന കോൺ എന്നാണ്. വൃത്തത്തിലെ ഏതൊരു ചാപവും കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണിന്റെ നേരെ പകുതിയായിരിക്കും അതിന്റെ മറുചാപത്തിലുണ്ടാക്കുന്ന കോൺ എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇങ്ങനെയാണ്. അപ്പൊ ചോദ്യം പറഞ്ഞിരിക്കുന്നത്, ചിത്രത്തിൽ സി എന്ന് പറയുന്നത് വൃത്തകേന്ദ്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സി വൃത്തകേന്ദ്രമാണ്. ആംഗിൾ എ ബി ഡി ഇത് എത്ര ഡിഗ്രിയാണ്? അത് 30 ഡിഗ്രി എന്നാ പറഞ്ഞിരിക്കുന്നത്. 30 ഡിഗ്രി എന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എ സി ഡി ഈ കോൺ എത്ര ഡിഗ്രി എന്നാ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഈ ഒരു ചാപം സെന്ററിൽ ഉണ്ടാക്കുന്ന കോണിന്റെ നേരെ പകുതിയായിരിക്കും ആ മറുചാപത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന നേരെ പകുതിയാണ്. അപ്പൊ കേന്ദ്രത്തിലുള്ള, തിരിച്ചു പറഞ്ഞു നോക്ക്, ഈ കേന്ദ്രത്തിലുള്ള എത്ര ഡിഗ്രി ആയിരിക്കും? 30ന്റെ ഇരട്ടി 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ബി 60 ഡിഗ്രി എന്ന് പറയാം. ഇനി നമുക്ക് തിരിച്ചും പറയാം, കേന്ദ്രത്തിൽ 60 ആണ്. അപ്പൊ അതിന്റെ മറുചാപത്തിൽ എത്ര ഉണ്ടാക്കും? 30 ഡിഗ്രി ഉണ്ടാക്കും. ക്ലിയർ ആണ്? കാര്യം ഓക്കെ അല്ലേ? അപ്പോൾ കേന്ദ്രത്തിലുള്ളതിന്റെ പകുതിയാണ് മറുചാപത്തിലുള്ളത്. കേന്ദ്രത്തിലുള്ളതിന്റെ പകുതിയാണ് മറുചാപത്തിലുള്ളത്. ഇനി മറുചാപത്തിലുള്ളതിന്റെ ഇരട്ടിയായിരിക്കും എന്ത്? കേന്ദ്രത്തിലുള്ള. മറുചാപത്തിലുള്ളതിന്റെ ഇരട്ടിയായിരിക്കും എന്ത്? കേന്ദ്രത്തിൽ. അപ്പൊ മറുചാപത്തിൽ 30 ഡിഗ്രി അടക്കോ, നേരെ കേന്ദ്രത്തിൽ വരുമ്പോൾ എത്ര ഡിഗ്രി ആവും? 60 ഡിഗ്രി ആയിട്ട് മാറും. ക്ലിയർ ആണ്? ഇതാണ് കൺസെപ്റ്റ്. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൺസെപ്റ്റ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ 60 ഡിഗ്രി എന്നാണ് കിട്ടുന്നത്. അടുത്ത ചോദ്യം ചെയ്യാം. ചോദ്യം, ഒരു ക്ലോക്കിലെ ഒന്നിടവിട്ട 2 സംഖ്യകളെ കേന്ദ്രവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കേന്ദ്ര കോൺ എത്ര ഡിഗ്രി എന്നാണ്. അപ്പൊ ഒന്നും കൂടെ, ഒരു ക്ലോക്കിലെ ഒന്നിടവിട്ട 2 സംഖ്യകളെ, ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഒന്നിടവിട്ടുള്ള 2 സംഖ്യകൾ 3, 4 എടുക്കൂല, അടുത്ത 3 5. ഈ രണ്ടെണ്ണത്തിനെയും കേന്ദ്രത്തിലോട്ട് യോജിപ്പിക്കുകയാണെങ്കിൽ എത്ര ഡിഗ്രി ഉണ്ടാവും എന്നാ പറഞ്ഞിരിക്കുന്നത്. കേന്ദ്രത്തിലോട്ട് യോജിപ്പിച്ചു നോക്ക്. ഇതെങ്ങനെ ഇരിക്കും അല്ലേ? ഇവിടെ ഉണ്ടാവുന്ന കോൺ എത്ര ഡിഗ്രി എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ 5 മിനിറ്റ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. ഓരോ 5 മിനിറ്റ് ഗ്യാപ്പ് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ്. പറയാം, ഇത്രയും ഈ ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് 30 ഡിഗ്രി. ഇനി ഈ ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് 30 ഡിഗ്രി. അങ്ങനെ 30ഉം 30ഉം കൂടെ ചേർന്ന് കേന്ദ്രത്തിൽ ആകെ ഉണ്ടാക്കുന്ന കോൺ എത്രയാണ്? 60 ഡിഗ്രിയാണ്. അപ്പൊ നമ്മുടെ ആൻസർ എത്രയായിരിക്കും? ഓപ്ഷൻ സി 60 ഡിഗ്രി. ഇനി ഇത് ഞാനിപ്പം 3ഉം 4 വിട്ടിട്ട് 5ഉം എടുത്തു. ഇനി ഏത് വേണമെങ്കിലും എടുക്കാം. ഇവിടെ 9ഉം 11ഉം പറ. 9, 10 വിട്ടിട്ട് 11. ഇവന്മാര് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ എത്ര തന്നെയാണ്? ഈ ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി. അടുത്ത 5 മിനിറ്റ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എത്ര? 30 ഡിഗ്രി. അങ്ങനെ 30ഉം 30 അവിടെ എന്ത് തന്നെയാണ്? 60 ഡിഗ്രി. അപ്പൊ നമുക്ക് പറയാം, ക്ലോക്കിലെ ഒന്നിടവിട്ട 2 സംഖ്യകളെ കേന്ദ്രവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കോൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ഡിഗ്രിയാണ്.
ക്ലിയർ ആണോ? അപ്പൊ ഇതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ 5 മിനിറ്റ് ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രി വീതമായിരിക്കും? 30 ഡിഗ്രി വീതമാണ്. ഓരോ 5 മിനിറ്റ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി വീതമാണ്. ക്ലിയർ ആണേ? അപ്പോൾ നമ്മുടെ 10 ക്വസ്റ്റ്യൻസ് ഇവിടെ അവസാനിക്കുകയാണ്. കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ ആഴ്ച എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ LD ക്ലർക്ക് പരീക്ഷയുടെ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പരീക്ഷയായിരുന്നു. ഏറ്റവും പുതിയ ചോദ്യമാണ്. ഇതേ പാറ്റേണിലുള്ള ചോദ്യം. ഞാൻ മാത്സ് മാത്രമല്ല, ബാക്കി നിങ്ങളെ GK പാർട്ടായിരുന്നാലും ഏതായിരുന്നാലും ഇതിനെ പിന്തുടർന്നുകൊണ്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ മാത്സിൻ്റെ ചോദ്യപേപ്പർ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ കൂടെ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് പരീക്ഷയ്ക്ക് പോകാൻ. ഓക്കെ, അപ്പോൾ പേടിക്കണ്ട. നമ്മുടെ ചാനലിൽ ഉടനെ ഈ പറഞ്ഞ SCRT സീരീസ് എന്ന് പറഞ്ഞൊരു പ്രത്യേക സീരീസ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് SCRT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള കണക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള പേജുകളെ വെച്ച് റെഫർ ചെയ്തുകൊണ്ട് ഉള്ള തന്നെ ക്ലാസ്സുകൾ, നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല, അതേപോലെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള കാര്യങ്ങളെ അതേപടി കാണിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.